കൊട്ടാരത്തിൽ കയറിയ കള്ളനായ അന്വേഷണം ഊർജിതം. തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിലെ മോഷണത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടികയാണ് ആദ്യമായി തയ്യാറാക്കുന്നത്. കൊട്ടാരത്തിൽ ആരൊക്കെ സന്ദർശകരായി എത്തിയെന്നതിലാണ് പ്രഥമമായ അന്വേഷണം തുടങ്ങിയിട്ടുള്ളത്. അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി ഭായിയുടെ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിക്കും. മേഘ്ന മുരളിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തകൾ വിവരങ്ങളുമായി. മേഘ്ന, എന്താണ് സംഭവിച്ചതാണ് നിലവിൽ പ്രാഥമികമായി പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്? പുറത്തുനിന്ന് ഒരാൾ അതിക്രമിച്ച് കയറി മോഷ്ടിക്കാൻ സാധ്യത പോലീസ് വിരളമാണെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ തന്നെ സന്ദർശകരായി എത്തിയവരെ കേന്ദ്രീകരിച്ചാണോ തുടക്കത്തിൽ പോലീസിന് അന്വേഷണം നടത്താൻ പോകുന്നത്? സുഹൈൽ, തിരുവനന്തപുരത്തെ പോലീസ് സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു മോഷണ വിവരം തന്നെയായിരുന്നു ഇന്നലെ പുറത്തു വന്നത്. അത് നഗരത്തിന്റെ ഒത്ത നടുക്കുള്ള ഈ കവടിയാർ കൊട്ടാരത്തിൽ 2 കോടി രൂപ വരുന്ന 2 കോടി കണക്കാക്കുന്ന വജ്രവും രത്നവും അതുപോലെ തന്നെ സ്വർണവും അടങ്ങുന്ന ആഭരണങ്ങളാണ് മോഷണം പോയത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2 കോടി എന്ന് പറയുന്നത് ഒരു വിലയിരുത്തൽ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇതിന്റെ പഴക്കവും മൂല്യവും കണക്കാക്കുമ്പോൾ അതിനേക്കാളും മൂല്യം വരുന്ന അല്ലെങ്കിൽ തുക വരുന്ന ആഭരണങ്ങളാണ് മോഷണം പോയത് എന്നുള്ളതാണ്. അതിലൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനാണ് ഇപ്പോൾ പോലീസ് തയ്യാറെടുക്കുന്നത്. അതിൽ അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി ഭായിയുടെ പരാതിയിലാണ്, സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലാണ് പിന്നീട് അത് പെരൂർക്കട പോലീസിലേക്ക് കൈമാറുകയും പെരൂർക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മോഷണം നടന്നു എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ നവംബർ മാസത്തിലാണ്. അങ്ങനെയാണെങ്കിൽ പരാതി രജിസ്റ്റർ ചെയ്യുന്നത് ഇപ്പോഴാണ്. ആ സമയത്ത് ഈ ഫോറൻസിക് സംഘം അടക്കം പരിശോധന നടത്തേണ്ടതും വിരലടയാള വിദഗ്ധരെത്തി പരിശോധന നടത്തുകയും ചെയ്യുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ് എന്നുള്ള കാര്യം തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അതുപോലെ തന്നെ ഈ കൊട്ടാരത്തിൽ തന്നെ 40-ലധികം ജീവനക്കാരുണ്ട്. ഈ 40 പേരെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിൽ കൊട്ടാരത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രത്യേക അഭ്യർത്ഥന എന്ന് പറയുന്നത് ഈ കൊട്ടാരത്തിലെ ജോലിക്കാരെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരെയും നിർബന്ധിച്ച് ചോദ്യം ചെയ്യലിന് വിധേയരാക്കുകയോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു പരിമിതി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. കൂടാതെ അതിൽ ഈ യൂട്യൂബർമാരും അതുപോലെ ഈ കൊട്ടാരത്തിന്റെ ചരിത്രവും ഒക്കെ വാർത്തയാക്കാനും അതുപോലെ തന്നെ യൂട്യൂബിൽ ചിത്രീകരിക്കാനും ഒക്കെ ആയിട്ട് അധികം ആളുകൾ ഇവിടേക്ക് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. അവരെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആ ഒരു പട്ടിക തയ്യാറാക്കുകയാണ് നിലവിൽ പോലീസ്. അതിനുശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകുക. അതിൽ പ്രാഥമിക ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരോ അല്ലെങ്കിൽ ഈ കൊട്ടാരത്തെക്കുറിച്ച് കൂടുതലായും അറിയുന്ന ആരോ ആണ് ഈ മോഷണം നടത്തിയത് എന്നുള്ളതാണ്. അതിന്റെ കാരണമായി പറയുകയും ചെയ്യുന്നത് കൊട്ടാരത്തിന്റെ 2ാം നിലയിലുള്ള ഗൗരിലക്ഷ്മി ഭായിയുടെ മുറിയിലെ ഒരു ഭാഗത്ത് സൂക്ഷിച്ച ആഭരണങ്ങൾ മാത്രമാണ് മോഷണം പോയത്. അത് മാത്രമല്ല, അത് വിവിധ ഘട്ടങ്ങളിലായി വിവിധ ദിവസങ്ങളിലായി മോഷണം പോയി എന്നുള്ള വിലയിരുത്തൽ കൂടിയാണ് ഇപ്പോൾ പേരൂർക്കട പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്തായാലും ദ്രുതഗതിയിൽ അന്വേഷണം നടക്കുന്നത്. ഈ കുറച്ച് നടന്നതിന്റെ ഒരു കാലപ്പഴക്കം നവംബർ ഒക്ടോബർ മാസത്തിലാണെങ്കിൽ അതാണ് പോലീസിനെ കുറച്ചുകൂടി ഈ ഒരു അന്വേഷണത്തിൽ വെല്ലുവിളി ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നിർണായകമായ കാര്യം. എന്തായാലും അന്വേഷണം ദ്രുതഗതിയിൽ നടക്കുകയാണ്. അതീവ സുരക്ഷാ മേഖലയിലെ കൊട്ടാരത്തിലാണ് ഇപ്പോൾ മോഷണം നടന്നിരിക്കുന്നത്. ഒറ്റയടിക്ക് മോഷ്ടിക്കപ്പെട്ടതാണോ ഘട്ടം ഘട്ടമായി കെട്ടതാണോ അടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുക. അതിനപ്പുറത്തേക്ക് 40-ലേറെ ജീവനക്കാർ കൊട്ടാരത്തിനുള്ളിലുണ്ട്. അതിനു പുറമെ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിരവധി യൂട്യൂബേഴ്സും ഇത്തരത്തിൽ ചരിത്രകാരന്മാരും ഒക്കെ ആ കൊട്ടാരത്തിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇവരെല്ലാം ആരൊക്കെ അവിടെ എത്തി, ഇതിലാരെങ്കിലും സംശയിക്കേണ്ടതുണ്ടോ, ഇതിലാരെങ്കിലും ആയിരിക്കും മോഷ്ടാവെന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ സ്ക്രൂട്ടിനി ചെയ്ത ശേഷമായിരിക്കും പോലീസിന്റെ അന്വേഷണം. നിലവിൽ ആരെയൊക്കെ ചോദ്യം ചെയ്യണമെന്ന പട്ടികയാണ് പോലീസ് തയ്യാറാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.